Hi guys. Hi guys. Hi guys. Hi guys. എങ്ങനെയുണ്ട്? ഹായ് ഗൈസ്, മോനിഷാസ് ജേണലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് പെർഫ്യൂം കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വന്നേക്കുവാണ്. ഞാനും സൂക്കിയും വന്നിട്ടുണ്ട്. സോ പെർഫ്യൂം കളക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇത്രയും പെർഫ്യൂംസ് ഇപ്പോൾ എൻ്റെ അടുത്തുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു 4-5 എണ്ണം വേറെ ഉണ്ട്. പക്ഷെ അത് റിപ്പീറ്റഡ്, ഇതേ സാധനങ്ങളുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. കാരണം ഓഫറിൽ കാണുമ്പോൾ ഞാൻ വാങ്ങി വെക്കുന്ന സാധനങ്ങളാണ്. അപ്പം ഇത്രയും പെർഫ്യൂംസ് ഉണ്ടെങ്കിലും ഇതെല്ലാം എൻ്റെ ഫേവറേറ്റ് ഒന്നുമല്ല. ചിലത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങുന്നതാണ്. നമ്മളിപ്പോൾ അറിയാലോ, UAE ദുബായിൽ കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് പെർഫ്യൂംസ് വാങ്ങാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് ഇഷ്ടപ്പെട്ടാൽ അത് വാങ്ങും. കാരണം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ കുറച്ചും കൂടി നാട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പണ്ട് കഥ പറയാല്ലേ, പണ്ട് ഞാൻ PGക്ക് പഠിക്കുമ്പോഴും 24 ന്യൂസിൽ ഉണ്ടാകുന്ന സമയത്തും ഞാനങ്ങനെ കണ്ടിട്ടില്ല എല്ലാവരും ഒന്നും പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നത്. അത് നാട്ടിൽ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്യായിരുന്നു. മറ്റേ യാർഡ്ലിയുടെ മറ്റേ 35 രൂപയുടെ 65 രൂപയുടെയൊക്കെ ബോട്ടിൽസ് ഉണ്ടാവുമല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ ആ ബോട്ടിൽസ്. അത് ഞാൻ പണ്ടൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. കാരണം എനിക്ക് പെർഫ്യൂംസ് പണ്ടേ ഇഷ്ടമായിരുന്നു. ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങി. അപ്പോൾ പണ്ടേ യൂസ് ചെയ്യായിരുന്നു. സോ ഓക്കെ, എല്ലാവരോടും ഹായ് പറ. ഹായ് ഗായ്സ്. അറിയിക്കോ. അപ്പോൾ പണ്ടേ യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഓപ്ഷൻസ് കൂടെ ഈസി. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് മൊത്തം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതൊന്നുമല്ല. കുറേയൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. കുറേയൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങളാണ്. അപ്പോൾ ഏതാ ഫേവറേറ്റ് വെച്ചാൽ ഇതിലൊരു എല്ലാം എൻ്റെ ഫേവറേറ്റ് ആണ്. കുറേ എണ്ണം എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ എന്തിൽ തുടങ്ങണം എന്നൊന്നും എനിക്കറിയില്ല. സോ ഞാൻ ഫസ്റ്റ് വേൾഡ് വിൻഡ്. ഇത് എൻ്റെ ഒരു ക്ലൈൻറ്റിൻ്റെ പെർഫ്യൂമാണ്, അലീസിർ എന്ന് പറഞ്ഞിട്ട്. ഇത് ഇഷ്ടപ്പെട്ട് ആദ്യമായിട്ട് സിറാജിക്ക എന്ന പേര്. സിറാജിക്ക ആദ്യമായിട്ട് ഈ സാധനം കൊടുത്തിട്ട് നമുക്കാണ് സ്മെല് ചെയ്യാൻ തരുന്നത്. ഇത് എങ്ങനെയുണ്ട് മോശ സ്മെല്ല്, ഇതാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇത് കൊണ്ടുവന്ന് തന്നിരുന്നു. അവരുടെ പേജും എല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ആദ്യമായിട്ട് കൊണ്ടുവന്ന് തന്നപ്പോൾ ഈ സ്മെല്ല് എനിക്ക് ഭയങ്കര ഫെമിലിയർ, എന്തൊക്കെയോ ഒരു ഫെമിലിയർ ആണ്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ല്. ഈ വേൾഡ് വിൻഡ് ഉപയോഗിച്ചിട്ട് ഒരാൾ പോലും നെഗറ്റീവ് അറിയില്ല എന്ന് എനിക്ക് 100% ഷുവറാണ്. കാരണം ഞാൻ ഇത് അടിച്ച് പോയിട്ട് എന്നോട് 1-2 പേര് ചോദിച്ചിട്ടുണ്ട് ഇത് എവിടുന്ന. 1-2 പേര് ചോദിച്ചിട്ടുള്ളൂ, ഒരുപാടൊന്നും ചോദിച്ചില്ല. 1-2 പേര് ചോദിച്ചിട്ടുണ്ട് ഇത് എവിടുന്ന വാങ്ങി. എന്നിട്ട് ഞാൻ സിറാജിയുടെ നമ്പറൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു എന്ന് വെച്ചാൽ ഒട്ടും കുത്തലൊന്നും ഇല്ലാത്ത നല്ല കിട്ടില്ല സ്മെല്ല്. ഭയങ്കര കുത്തുന്ന സ്മെല്ല് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് കാറിൽ പോകുമ്പോഴും ഈ റൂമിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി കൂടും. എൻ്റെ ഫേവറേറ്റ് വണ്ണാണിത്. പിന്നെ ഇത് കഴിയാനായിരുന്നല്ല, ഇത് YSL. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് YSL. അതിൻ്റെ ഒരു പെർഫ്യൂം ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. നല്ല പെർഫ്യൂമാണ്, എല്ലാവരും വാങ്ങി യൂസ് ചെയ്യണം. പക്ഷെ കഴിഞ്ഞത് കുറച്ചേ ഉള്ളൂ. പിന്നെ യു ഒരു നോർമൽ, ഇതും കഴിഞ്ഞു. നോർമൽ ആണെങ്കിലും കഴിഞ്ഞു കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം, ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, നല്ലതാണ്. യുവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ്. ഇതൊക്കെ പൊടി പിടിച്ചിരിക്കുന്നു. മില്യനെയർ ഇത് ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇതിൽ കുറേ ഉണ്ട്, ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല. കാരണം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വേറെ കുറേ ഉള്ളതുകൊണ്ട്. മില്യനെയറും കുഴപ്പമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ സ്മെല്ല് ഞാൻ മറന്നു പോയിട്ടുണ്ട്. കുഴപ്പമില്ല എന്ന് വെച്ചാൽ യൂസ് ചെയ്യാൻ നല്ലതാണ്. ലാസ്റ്റിങ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, കാരണം മില്യനെയർ അടിച്ചിട്ട് ഞാൻ പുറത്തൊന്നും പോയിട്ടില്ല. പക്ഷെ നല്ല ബ്രാൻഡാണ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നതാണ്. സോ നെക്സ്റ്റ് ഇത് ഞാൻ വേഗം കാണിച്ചു തരാം. ഇത് അലീസിറിൻ്റെ തന്നെ ഒരു കളക്ഷനാണ്, ഒരു ചെറിയ ബോട്ടിൽസിൻ്റെ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കാരണം ഇതിൻ്റെ വലിയ ബോട്ടിൽസ് എൻ്റെ അടുത്തുണ്ട്. ഇതെനിക്ക് സിറാജിക്ക ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ, ഒരു ഗിഫ്റ്റ് പർപ്പസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സംഭവം. പിന്നെ ഇത് നോർമൽ ബോഡി സ്പ്രേ, ഞാൻ ബ്രാൻഡൊന്നും പറയുന്നില്ല, നോർമൽ ബോഡി സ്പ്രേ. പിന്നെ എൻ്റെ ഏതോ ഒരു ഫ്രണ്ട് ഇത് കിടിലനാന്നൊക്കെ പണ്ട്, ഇത് സത്യം പറഞ്ഞ ഒരു 2 years ബാക്ക് വാങ്ങിയതാവും. അങ്ങനെ ഇരിക്കുന്നുണ്ട് സ്പ്ലെൻഡർ. എനിക്കറിയില്ല, ഒരു സ്മെല്ലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കറിയില്ല, ചിലർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, എനിക്ക് തീരെ ഇഷ്ടപ്പെടാം. അതൊരു നോർമൽ പെർഫ്യൂം. നമ്മൾ ഈ നോർമൽ ഷോപ്സിലൊക്കെ കാണില്ലേ, ഈ ഡേ ടു ഡേ പോലെ അവിടത്തേക്കുള്ളത്. ഇവിടെ ഒരാൾ ഉറങ്ങി തുടങ്ങിയിട്ടാ. പിന്നെ മസ്ക് വാനില, ഇത് മിസ്നാദിൻ്റെ ഒരു
ഇതാണ് പെർഫ്യൂം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്മെല്ലാണ്. ഭയങ്കര ഒരു എന്താ പറയുക, മറ്റേ ഒരു ലൈറ്റ് സ്മെല്ല്. ഞാൻ പറഞ്ഞില്ലേ പുറത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര സ്മെല്ല്. അതായത് എങ്ങനെയത് പറയുക, നമ്മൾ ഭയങ്കര ഒരു സ്വീറ്റ് സ്മെല്ല്, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര പെട്ടെന്ന് അട്രാക്റ്റീവ് ആവുന്ന ഒരു സ്മെല്ലാണ്. പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു സ്മെല്ലാണ്. എല്ലായിടത്തും കിട്ടുന്ന ഒരു സ്മെല്ലല്ല. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ സ്പീഡാക്കാല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബോറടിക്കും. ദെൻ ഇത് ലഷ്. ഇതെൻ്റെ വൺ ഓഫ് ഫേവറേറ്റ് പെർഫ്യൂമാണ് ലഷ്. ലഷ് നല്ല സ്മെല്ലാട്ടോ. ലഷ് നല്ല കിഡ്ലൻ സ്മെല്ലാണ് ലഷ്. മീ ആൻഡ് മൈൻ. നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ ബോയ് ഫ്രണ്ട് ഉണ്ടോ, മീ ആൻഡ് മൈ വാങ്ങിക്കൊടുത്താൽ മതി. നല്ലതാണ്. ഇത് നല്ലൊരു ഫ്ലോറൽ, ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. ഇത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇത് ഫോർബ്രോസോ. ഇതെനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാനൊരു ഇവൻറ്റിന് പോയപ്പോൾ അവിടുത്തെ അവർ നമുക്ക് ഗിഫ്റ്റ് തന്നതാണ്. അവിടെ വന്ന് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തിരുന്നു. സോ അങ്ങനെ കിട്ടിയതാണ്. ഗിഫ്റ്റ് കിട്ടിയതാണെങ്കിൽ ഇത് കഴിഞ്ഞു. സത്യം പറഞ്ഞത് മൊത്തം ഞാൻ മാത്രമല്ല കേട്ടോ അടിക്കുന്നത്. നോക്കിയ ഗിഫ്റ്റ് ഞാനിത് അധികം അടിച്ചിട്ടില്ല, പക്ഷെ ഇത് കഴിഞ്ഞു. ഇത് സംഭവം ഞാൻ എപ്പോഴും പെർഫ്യൂംസ് ഇവിടെ വെക്കുമ്പോൾ എല്ലാവരും വരുമല്ലോ, നമ്മുടെ ഫ്രണ്ട്സും ഓഫീസിലുള്ളവരും എല്ലാവരും വരും. അവരെല്ലാം വന്ന് അടിച്ചു നോക്കും. അത് പക്ഷെ ഞാൻ അടിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, കുറച്ചേ ഉള്ളൂ ഇനി. പക്ഷെ എനിക്കത് അത്ര നോട്ട് ബാഡ്, അത്രേ തോന്നിയിട്ടുള്ളൂ. പിന്നെ ടൊബാക്കോ ഫ്ലോറൽ. ഇതെൻ്റെ നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഇത് ലാസ്റ്റ് ചെയ്യും കേട്ടോ, നല്ല ലാസ്റ്റ് ചെയ്യുന്നൊരു പെർഫ്യൂമാണ്. നല്ല നല്ല കിഡിലൻ സ്മെല്ലാണ്. ഒരു ഊത് ഫ്ലോറൽ അങ്ങനത്തെ ഒക്കെ ഒരു മിക്സിങ്ങിൻ്റെ ഒരു സ്മെല്ലാണ്. പിന്നെ ഉള്ളത് ഊത് ബിൽ. ഊത് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ്. ഊതിൻ്റെ സ്മെൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നില്ല. അപ്പം ആദ്യമൊന്നും എനിക്ക് ഊതിൻ്റെ സ്മെല്ല് തീരെ ഇഷ്ടമായിരുന്നില്ല. പിന്നെ ഞാൻ റിയലൈസ് ചെയ്തത്, അതായത് ഊത് പെർഫ്യൂമാന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അടിക്കുന്ന പെർഫ്യൂംസ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ മനസ്സിലായി നല്ല സ്മെല്ലുകളും ഉണ്ട് എന്നുള്ളത്. അങ്ങനെ കിട്ടിയൊരിതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ക്ലോസ് ഫ്രണ്ട്. അവൾ ഭയങ്കര ഊതിൻ്റെ ഭയങ്കര ഇതാണ്, ഊത് പെർഫ്യൂംസിൻ്റെ ഭയങ്കര അഡിക്റ്റാണ്. അപ്പം അവളുടെ ഊതടിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ ഈ ഊത് ശ്രദ്ധിച്ചു തുടങ്ങിയത് സത്യം പറഞ്ഞാൽ. അടിപൊളി. പിന്നെ ഉള്ളത് സ്വീറ്റ് ഊത്. ഊതിൻ്റെ 2 കളക്ഷനാണ് എനിക്കുള്ളത്. ഇത് രണ്ടും ഒരേ ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ, മിസ്നാദിൻ്റെ. അവരുടെ ഊതുബിൽ ഊതും സ്വീറ്റ് ഊതും. സംഭവം ഞാൻ ഒരു ഊത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് അവിടുന്ന്. അപ്പോൾ ഇതും കൂടി അവർ പറഞ്ഞപ്പോൾ അങ്ങനെ രണ്ടും വേറെ വേറെ ഡിഫറെൻറ്റ് സ്മെല്ലാണ്. ഊതാണ് പക്ഷെ ഡിഫറെൻറ്റ് സ്മെല്ലായതുകൊണ്ട് ഇത് രണ്ടും അങ്ങോട്ട് വാങ്ങിയതുള്ളൂ. പിന്നെ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് അക്വാറ്റിക് ബ്ലൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇവരുടെ തന്നെ, ഈ അലീസറിൻ്റെ തന്നെയാണ്. ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. എനിക്ക് നല്ല എല്ലാവർക്കും എന്ന് വെച്ചാൽ എൻ്റെ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും, എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അക്വാറ്റിക് ബ്ലൂ. ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കാരണം ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ 4 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. മീൻസ് കഴിഞ്ഞിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിലുണ്ടോ? ഇതാ കണ്ട, വേറെ 2 എണ്ണം ഓൾറെഡി കഴിഞ്ഞു. ഇത് 2 എണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഓപ്പൺ പോലും ചെയ്തിട്ടില്ല. ഇത് ഞാനൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പക്ഷെ അയാൾ നാട്ടിൽ പോയി. സോ അപ്പോൾ ഞാൻ തന്നെ യൂസ് ചെയ്തു. അത് നാട്ടിൽ പോകുമ്പോൾ കൊടുക്കാൻ വേണ്ടി വാങ്ങിയതായിരുന്നു. പക്ഷെ അയാൾ പോയതുകൊണ്ട് ഞാനിത് ഓപ്പൺ ചെയ്തു. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് ക്രീഡ് ഞാൻ പണ്ട് ഇതുണ്ടാക്കുന്നതാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കൊണ്ടുവന്നിരുന്നത്. അത് ഞാൻ അവനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുന്നതാണ് കേട്ടോ. എന്ന് വെച്ചാൽ മീൻസ് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തിട്ട് അവനെ കൊണ്ട് കൊഞ്ചിപ്പിക്കുന്ന ഒരു സാധനമാണ്. കാരണം എൻ്റെ ഫേവറേറ്റാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ദുബായിൽ വന്ന ഒരു 2 months ഒക്കെ കഴിഞ്ഞിട്ട് അവൻ അതടിക്കുന്ന സ്മെല്ല് കേട്ടിട്ട് ഞാൻ നല്ല സ്മെല്ലാന്ന് പറഞ്ഞിട്ട്, അന്നൊന്നും പെർഫ്യൂംസിനെ പറ്റി വലിയ അറിവൊന്നുമില്ല. ഇന്നും അറിവുണ്ടായിട്ടല്ല, എന്നാലും അത്യാവശ്യം ഇന്ന് കുറച്ചും കൂടി പെർഫ്യൂംസ് കിട്ടാനുള്ള സോഴ്സ് കൂടുതലാണ്. കാരണം നമ്മുടെ ക്ലയൻസ് തന്നെ ഉണ്ട്, അവരുടെ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ അവർ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരും. പിന്നെ പ്രോഗ്രാംസിന് പോകുമ്പോൾ അന്ന് ഇത്ര സോഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു ഇതാണ് ക്രീഡ്. ഇത് കണ്ടോ, ഇതിങ്ങനെ ബ്രാൻഡിങ് അങ്ങനെയൊന്നുമില്ല. ഇത് ഉണ്ടാക്കിപ്പിച്ച് കൊണ്ടുവന്നത് അവൻ. ഞാനങ്ങനെ 100 dirhams 50 dirhams സംതിങ് ഇത് കൊടുത്താൽ ഇത് ഉണ്ടാക്കി കൊണ്ടുവരും. ഇത് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇത് ഞാൻ ഇത്രേ ആയിട്ടുള്ളൂ. ഇത് ഞാനിങ്ങനെ പതുക്കെ ഉപയോഗിക്കുള്ളൂ. പിന്നെ മസ്ക് ഓപ്ലൻറ്റ്. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്, മിസ്നാദിൻ്റെ തന്നെ. പിന്നെ പ്രൈവറ്റ് ലവ്, ഇത് മൈ റൊമാൻസ്. ഇത് 4 ഞാനൊരു ഓഫറിൽ വാങ്ങിയതാട്ടോ. ഈ 4 സാധനവും 100 dirhamsന് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിയതാണ്.
100 ദിറംസിന് ഭയങ്കര വേർത്ത് ആയിട്ടുള്ള ഒരു സാധനം കേട്ടോ. കാരണം ഇത്രയും നല്ല പെർഫ്യൂംസ് 100 ദിറംസിന് കിട്ടുന്നത് വേർത്ത് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പെർഫ്യൂം ഉണ്ടായിട്ടും പിന്നെ ഈ 4 വാങ്ങിയത് അഹങ്കാരമല്ലേ എന്ന് വിചാരിക്കരുത്. കാരണം 100 ദിറംസിന് പിന്നെ കിട്ടിക്കോണമെന്നില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വാങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ 4 ഏതാ എൻ്റെ ഫേവറേറ്റ് ചോദിച്ചാൽ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഞാൻ ഓരോ ദിവസവും ഓരോന്നടിക്കും. ഭയങ്കര എന്ന് വെച്ചാൽ വീട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ അടിക്കും. ലാസ്റ്റിങ് ഞാൻ 24 hours ഒന്നും പറയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്മെല്ലുകളാണ്. പിന്നെ ഇത് ലാവൻഡർ, ഇത് ഞാൻ വേൾഡ് ബ്രാൻഡിൽ നിന്ന് വാങ്ങിയതാണ്. സംഭവം അവിടുന്ന് ഒരു ഓഫറിന് 20 ദിറംസിന് കിട്ടിയതാണ്. ഇതടിക്കുമ്പോൾ ഇവിടുത്തെ വേൾഡ് ബ്രാൻഡിന്റെ ഓണർ എന്നോട് പറഞ്ഞത് നല്ല സ്മെല്ലാണ്, മൂപ്പര് കുറേ എണ്ണം വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിയതാ. പക്ഷെ എന്താണ് ഇത് ഫസ്റ്റ് ഞാൻ അടിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു കൊള്ളൂല എന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു ഇത് കൊള്ളാല, നല്ല സ്മെല്ലാണല്ലോ എന്ന് വെച്ചാൽ പെട്ടെന്നൊരു സ്മെല്ല് കിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ സ്മെല്ല് ഇങ്ങനെ നല്ല സ്മെല്ലായിട്ട് വരും. ലാവൻഡറിന്റെ എയറോപോസ്റ്റലിന്റെ ആണ് കേട്ടോ, എയറോപോസ്റ്റലിൽ അത് 20 ദിറംസിന് കിട്ടുക. അതുകൊണ്ടാണ് അന്ന് മൂപ്പര് എന്നോട് പറഞ്ഞത് വാങ്ങിക്കത് നല്ലൊരു ഇതാണ് എന്നുള്ളത്. പിന്നെ ഇത് ഭയങ്കര എൻ്റെ ഫേവറേറ്റ്. ഇത് കണ്ടോ, ഇത് നല്ല തണുപ്പുണ്ട് കേട്ടോ. മിലാനോ പ്രൈം. ഇത് ഭയങ്കര തണുപ്പ്. കാരണം ഞാൻ ഫ്രിഡ്ജിൽ നിന്നാണ് ആക്ച്വലി ഞാൻ ഇത് രണ്ടും ഫ്രിഡ്ജിൽ നിന്നാണ് ഇപ്പോൾ എടുത്തു വരുന്നത്. ഈ പിന്നെന്താണ് മൗസുഫും ഇതും. കാരണം ഇത് രണ്ടും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഇത് രണ്ടും ഫ്രിഡ്ജിൽ യൂസ് ചെയ്ത് വെക്കുന്നത് എന്താ വെച്ചാൽ എപ്പോഴും അവർ പറഞ്ഞിരുന്നു എന്നോട് ഇത് ഫ്രിഡ്ജിൽ വെക്കണം നല്ലത്. പക്ഷെ ഇതിൻ്റെ രണ്ടിൻ്റെ കിഡിലൻ സ്മെല്ലുമാണ്. നല്ല ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ച് ഇതിൽ കുറച്ചായിട്ടുള്ളൂ കണ്ടോ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 2 weeks ആയിട്ടുള്ളൂ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. ഇത് പിന്നെ യാദിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ രാത്രി കിടക്കുമ്പോൾ അടിക്കുന്ന പെർഫ്യൂം. പണ്ടും രാത്രി കിടക്കുമ്പോൾ എനിക്ക് ദേഷ്യം വിഷമൊക്കെ വരുമ്പോൾ ഞാൻ ഈ രാത്രി പെർഫ്യൂം അടിച്ചാൽ എന്തോ ഒരു ഇതാ. അതായത് രാത്രി പെർഫ്യൂം അടിച്ചാൽ ഒരാൾ നോക്കിയേ നല്ല ഉറങ്ങി. രാത്രി പെർഫ്യൂം അടിച്ചാൽ എന്താണെന്നറിയോ, ഭയങ്കര ഒരു എന്തോ സന്തോഷമാണ്. എന്തോ അങ്ങനെ നമ്മളെപ്പോഴും എങ്ങനെയാ നല്ല ഒരുങ്ങി കെട്ടി പെർഫ്യൂം അടിച്ചിട്ടാണ് പുറത്തു പോവുക. അപ്പോൾ ആ ഒരു ഫീലാണ്. നല്ല നെഗറ്റീവൊക്കെ അടിച്ചിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പെർഫ്യൂം അടിക്കും കേട്ടോ. അപ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ഈ രാത്രി ഞാൻ യാതാണ് യൂസ് ചെയ്യാറ്. കാരണം യാതൊരു ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് രാത്രി കിടന്നുറങ്ങാൻ. സംഭവം യാദിൻ്റെ ഓണർ ഞാൻ പറഞ്ഞത് സിറാജിക്ക എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പൊതുവേ പെർഫ്യൂംസ് രാത്രി അടിക്കാറുണ്ട്, പക്ഷെ എന്നോട് പറഞ്ഞു യാത് ഇങ്ങനെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. യാതും ഒരുപാട് ലാസ്റ്റ് ചെയ്യോ എന്നുള്ളതിൽ എനിക്ക് ഐഡിയ ഇല്ല. കാരണം ഞാനത് രാവിലെ യൂസ് ചെയ്ത് പുറത്തു പോയിട്ടില്ല. പിന്നെ ടൊബാക്കോ റൂച്ച്, ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആകെ ഒരു തവണയായിട്ടേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിനെപ്പറ്റി നല്ല പെർഫ്യൂമാണ് എന്ന് വെച്ചാൽ ഇത് ലാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ്. കാരണം എനിക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഒരു 1-2 പെർഫ്യൂം വേണമായിരുന്നു. കാരണം ഇപ്പോൾ സമ്മറൊക്കെ ആയപ്പോൾ ഭയങ്കരമായിട്ട് വേർത്ത് സ്മെല്ല് വരുന്നത്. അപ്പം അങ്ങനെ വാങ്ങിയതാണ്. നല്ലതാണ്. പക്ഷെ എനിക്കിതിനേക്കാളും ഒന്നും കൂടി ഇഷ്ടം ഇതാണ് കേട്ടോ, ടൊബാക്കോ ഫ്ലോറലാണ്. ഇത് രണ്ടും സെയിം ഇതിൻ്റെയാണ്, പക്ഷെ ഡിഫറെൻറ്റ് ഇതാണ് സ്മെൽസ് ആണ്. പക്ഷെ എനിക്ക് പണ്ട് മുതൽ ഫ്ലോറൽ സ്മെൽസ് ഇഷ്ടമായതുകൊണ്ടാവും എനിക്കൊന്നും കൂടി അതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞാൻ അങ്ങനെ അത്തറൊന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ്. അങ്ങനെ പണ്ടും അത്തർ യൂസ് ചെയ്യില്ല. അമ്മ യൂസ് ചെയ്യും, മറ്റേ ജാസ്മിൻ്റെ അത്തറില്ലേ, അത് ഭയങ്കര ഒരു നൊസ്റ്റുമാണ്. അമ്മ എപ്പോഴും യൂസ് ചെയ്യും. ഇപ്പോഴും എന്നോട് പറയും മോളെ ജാസ്മിയുടെ. ഞാൻ എന്നിട്ട് ഗിഫ്റ്റ് ഫ്ലെക്സും ഡേറ്റൂടെ ഒക്കെ ഇറങ്ങി നടക്കും. കാരണം അതൊരു 10 എണ്ണം കൊണ്ടുകൊടുത്താണ്ടല്ലോ. എൻ്റെ അമ്മയ്ക്ക് നിങ്ങൾ ഇത് ഭയങ്കര വലിയ ബ്രാൻഡാണ്, ഇതിന് ഇത്ര രൂപയാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ ഒരു ജാസ്മിൻ്റെ കൊടുത്താൽ അത് മതി അമ്മമാർക്ക്. അപ്പം ഞാൻ പറഞ്ഞത് അത്തർ. ഇത് മസ്ക് സാഫിയാണ്, നസീം പെർഫ്യൂംസിൻ്റെ. ഞാൻ പറഞ്ഞില്ല ഞാൻ അത്തറൊന്നും അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരാളാണ്, പക്ഷെ ഇത് എൻ്റെ ഫേവറേറ്റ് ആണ്. ഈ ബോട്ടിൽ എനിക്ക് എന്തെങ്കിലും നല്ല ക്ലാസ് ലുക്കില്ല, നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സംഭവം. ഗിഫ്റ്റ് പറഞ്ഞപ്പോഴാണ് ഇത് നമുക്ക് ഗിഫ്റ്റ് പർപ്പസിന് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓൾമോസ്റ്റ് എല്ലാം കാണിച്ചു. ഇത് കാണിച്ചതാ. ഇതും ഒരു ഊതൻ്റെ ആണ്, പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമൊന്നും അല്ലാത്തൊരു ഊതിൻ്റെയാണ്. അതുകൊണ്ട് ഞാൻ വലിയ പരിചയപ്പെടുത്തുന്നില്ല. എനിക്ക് അത്ര ഇഷ്ടമല്ല അതിൻ്റെ സ്മെല്ല്. അത് ഞാൻ വേൾഡ് ബ്രാൻഡിൽ നിന്ന് വാങ്ങിയതാണ് ഒരു ഓഫറിൽ കണ്ടപ്പോൾ. സോ ഊത് പറഞ്ഞു. പിന്നെ ഇതെന്തെങ്കിലും മാറ്റി വെച്ചാൽ ഇത് ഞാൻ ബക്കർ മൊയ്ബിയിൽ നിന്ന് 1 ദിറത്തിന് വാങ്ങിയതാണ്. 1 ദിറം എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികളാണല്ലോ. എനിക്ക് തോന്നണു ഒരു 10-15 വാങ്ങി വെച്ചു. പക്ഷേ സ്മെല്ല് അങ്ങോട്ടോ ഇങ്ങോട്ടോ എടുക്കാനില്ല, കൊള്ളില്ല. ഞാൻ വെറുതെ വാങ്ങി. എന്നിട്ട് ഓഫീസിൽ ഒരു 5-6 വെച്ച്, ഈ റൂമിൽ 5-6 എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ
ആരെങ്കിലും റൂമിൽ സ്മെല്ലൊക്കെ വരുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഓഫീസിൽ ഇങ്ങനെ അടിക്കാം ആ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ നോക്കുമ്പോൾ ഏറ്റില്ല, എവിടെ അടിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ദൈവമേ, ഇത് കാണുമ്പോൾ എൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സ് വരുമോ? കാരണം ഞാൻ 4-5 പേർക്ക് ഇത് കൊടുത്തിരുന്നേ. ഇല്ലാട്ടോ, കുഴപ്പമില്ല, നല്ലതാണേ. പിന്നെ ഞാൻ സ്പ്ലെൻഡറിൻ്റെ പറഞ്ഞില്ലേ, ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഓൾമോസ്റ്റ് പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് 4 ഞാൻ ഒരുമിച്ച് പറഞ്ഞു. സോ അക്വാറ്റിക് ബ്ലൂം പറഞ്ഞു. സോ ഇതിലെൻ്റെ ഫേവറേറ്റ് ഏതാന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞു, ഒരുപാടെണ്ണം ഫേവറേറ്റ്, ഒരു 7-8 എൻ്റെ ഫേവറേറ്റ് ആണ്. ഈ അക്വാറ്റിക് ബ്ലൂം, പിന്നെ വേൾവിൻഡ്, പിന്നെ ഈ ബ്ലോസം, ടൊബാക്കോ ഫ്ലോറൽ എല്ലാം എൻ്റെ അങ്ങനെ കുറച്ചധികം എൻ്റെ ഫേവറേറ്റ് ആണ്. മസ്ക് ഓപ്ലൻഡ് എൻ്റെ ഫേവറേറ്റ് ആണ്. അതിൻ്റെ തന്നെ മസ്ക് വാനിലയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ പെർഫ്യൂം കളക്ഷൻസ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഒരുപാട് എണ്ണമൊന്നും ഞാൻ വാങ്ങിയതല്ല, കുറേയൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. കുറേ എണ്ണം ഞാൻ വാങ്ങിയത്. അപ്പോൾ അലീസറിൻ്റെ പെർഫ്യൂം ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. പക്ഷെ ബാക്കിയുള്ള പെർഫ്യൂംസ് ഞാൻ ഇഷ്ടം കൊണ്ട് വാങ്ങിയതാണ്. കാരണം അത് ഭയങ്കര നല്ല സ്മെല്ലായതുകൊണ്ട് വാങ്ങിയതാണ്. അതുപോലെ തന്നെയാണ് മിസ്നാദിൻ്റെയും എനിക്ക് ഫസ്റ്റ് ഒരു ഗിഫ്റ്റ് തന്നതാണ്. പക്ഷേ പിന്നെ അവിടെ പോയി നമ്മളെല്ലാവരും എങ്ങനെയാ, ഒരു സ്ഥലത്ത് പോയാൽ അവിടുത്തെ ഇത് കണ്ട എപ്പോഴും വിചാരിക്കുന്നവരെ ഇനി പെർഫ്യൂം വേണ്ട. മറ്റേ വേൾഡ് ബ്രാൻഡിൽ പോകുമ്പോൾ പറയും ഇനി ഷൂ വേണ്ട, ഷൂ ഒരുപാടുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ നമ്മൾ വാങ്ങിപ്പോവും. അതുപോലുള്ളൊരു സാധനമാണ് പെർഫ്യൂം ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യന്മാരുണ്ടാവില്ല എന്ന് 100% ഷുവറാണ്. ഇത് കഴിഞ്ഞ് നാട്ടിലുള്ള ഒരു മെസ്സേജ് അയക്കരുത്. നാട്ടിലുള്ളവരുടെ ശ്രദ്ധയ്ക്ക് വരുമ്പോൾ കൊണ്ടുവരണേ. ഞാൻ കൊണ്ടുവരുമൊന്നുമില്ല, ഇതൊക്കെ എൻ്റെയാ. സോ ഇതൊക്കെയാണ് എൻ്റെ പെർഫ്യൂം കളക്ഷൻസ്. ഞാൻ പറഞ്ഞേ, ഇതിൻ്റെ തന്നെ വേറെ ഓഫറിൽ കിട്ടിയപ്പോൾ വേറൊരു സംഭവം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇവിടെ കാണിക്കാൻ പറ്റാത്തത് ഞാനത് നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചേക്കാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. നമ്മൾ പ്രവാസികൾ പൊതുവെ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഓഫറിലോ നല്ലത് കിട്ടുമ്പോൾ നമ്മളത് നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചാൽ അങ്ങനെ കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പിന്നെ ഞാൻ യൂസ് ചെയ്തതാണ്. ഇതിൽ 1-2 എണ്ണം പല സാഹചര്യത്തിൽ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങി അവർ പോയപ്പോൾ പിന്നെ ഞാൻ അങ്ങ് യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. സോ ഇതാണ് എൻ്റെ പെർഫ്യൂം കളക്ഷൻസ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എൻ്റെ പെർഫ്യൂം കളക്ഷൻസ് നിങ്ങളാരും എൻ്റെ വ്ളോഗ് കണ്ട് ഇതുപോലെ ആവരുത് എന്ന് മാത്രം എൻ്റെ റിക്വസ്റ്റ് ഉള്ളൂ. കാരണം ഒരാൾ കിടന്ന് ഉറങ്ങി ഇനി ഇല്ലാണ്ടേ ആയി. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇനി പെർഫ്യൂംസിൽ ഇതിലെ പറ്റി എന്നോട് വല്ല ഫേവറേറ്റ്, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ഫേവറേറ്റ് ആണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ ബ്രാൻഡിനെ കുറിച്ച് പേഴ്സണലി അറിയണമെങ്കിൽ എന്നോട് ചോദിക്കാം. എനിക്ക് അറിയുന്ന അറിവ് വെച്ചിട്ട്, എന്ന് വെച്ചാൽ അതിനെപ്പറ്റി ഭയങ്കര സംഭവമായിട്ടല്ലാതെ അതിൻ്റെ സ്മെല്ലിനെ പറ്റി എനിക്ക് അറിയുന്ന അറിവ് നിങ്ങളോട് എന്തായാലും ഷെയർ ചെയ്യാം. സോ എല്ലാവരും പെർഫ്യൂംസ് യൂസ് ചെയ്യുക. കാരണം പെർഫ്യൂംസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോസിറ്റീവ് എനർജിയാണ്. കാരണം നമുക്കങ്ങ് ഭയങ്കര എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ ഒരു തോന്നല. മീൻസ് രാവിലെ ഞാൻ റൂമിലിരിക്കുകയാണെങ്കിലും കുളിച്ചൊരുങ്ങി പെർഫ്യൂം ഇതാക്കും. എൻ്റെ ഫേവറേറ്റ് എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡ്രസ്സ്, സെക്കൻഡ് പറയും പെർഫ്യൂംസ്. സോ എല്ലാവരും ഇതാണ് എൻ്റെ പെർഫ്യൂം കളക്ഷൻ. എനിക്ക് തോന്നുന്നത് ഇതിലിപ്പോൾ മോർ ദാൻ 30 പെർഫ്യൂംസ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സൂക്കി ബൈ പറ. എണീപ്പിച്ചു പറ. ബൈ ഗൈസ്.